ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചക്കര മാങ്ങയുടെ റെസിപ്പിയാണ്. ഇത് ബിരിയാണിക്കും നെയ്ച്ചോറിനൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് ഞങ്ങൾ പിക്കിൾസിൻ്റെ കൂട്ടത്തിൽ സെയിൽ ചെയ്യുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഇത് തീരെ പച്ച മാങ്ങയല്ല, ഇച്ചിരി പഴുത്ത് തുടങ്ങിയ ചനച്ച മാങ്ങയാണ്. ഇത് ഇച്ചിരി അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇതിൻ്റെ കല്ലും അഴുക്കും മണ്ണുമൊക്കെ പോകുന്ന രീതിക്ക് ഉരുക്കിയെടുത്ത് ഒന്ന് അരിച്ച് വയ്ക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നല്ലെണ്ണയാണ്. ഞാൻ എല്ലാ അച്ചാറും നല്ലെണ്ണയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ പാത്രത്തിൽ നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഈ വറ്റൽമുളകും കറിവേപ്പിലയും ഈ നല്ലെണ്ണയ്ക്കകത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനകത്ത് കുറച്ച് ജീരകവും കൂടെ വേണമെങ്കിൽ എടുക്കാം. എനിക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി സെയിം എണ്ണയിൽ തന്നെ ഈ മാങ്ങയിട്ട് കുറച്ചൊന്ന് വഴറ്റി കൊടുക്കുക. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമ്മളിനി എണ്ണയ്ക്കകത്ത് മൂപ്പിച്ച വറ്റൽമുളകും കറിവേപ്പിലയും ഒരു മിക്സി ജാറിനകത്തിട്ട് പൊടിച്ചെടുക്കുക. ഈ മാങ്ങയ്ക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ മിക്സിക്കകത്ത് പൊടിച്ച് വെച്ചിരുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരല്പം വിനീഗറും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കര മാങ്ങ. സൂപ്പർ ടേസ്റ്റാണെന്ന് വെച്ചാൽ ബിരിയാണിക്കും നെയ്ച്ചോറിനുമാണ് ഇത് അടിപൊളി കോമ്പിനേഷൻ. വെറുതെ ഈ അച്ചാർ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക. മാത്രമല്ല ലാമിയും പിക്കിൾസിൻ്റെ എല്ലാ അച്ചാറുകളും ഈ നമ്പറിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങളിത് കൊറിയർ വഴി എത്തിച്ച് തരുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.